ഗാസയ്ക്കെതിരെയുള്ള ഇസ്രായേൽ ഉപരോധം തകർക്കാൻ ലക്ഷ്യമിട്ട് 20 ബോട്ടുകൾ ബാഴ്സലോണയിൽ നിന്ന് പുറപ്പെട്ടു. മരുന്നും ഭക്ഷണ കിറ്റുകളും നിറച്ച ബോട്ടുകളാണ് ഗാസ മനമ്പിലേക്ക് നീങ്ങുന്നത്. ഗ്ലോബൽ സുമത് ഫ്ലോട്ടില്ലയിൽ ഗാസയ്ക്ക് വേണ്ട അത്യാവശ്യ സഹായം എത്തിക്കലാണ് ലക്ഷ്യമിടുന്നതെന്ന് സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു. 44 രാജ്യങ്ങളിൽ നിന്നുള്ള 20 ബോട്ടുകളും ഒട്ടേറെ പ്രതിനിധി സംഘങ്ങളും അടങ്ങുന്ന കടൽ യാത്ര ഗാസയിലെ ഇസ്രായേൽ ഉപരോധം കടൽ വഴി തകർക്കുന്നതിനുള്ള ഇതുവരെയുള്ള ഏറ്റവും വലിയ ശ്രമമാണെന്ന് അവകാശപ്പെടുന്നു. ഗാസ മുനമ്പേക്കുള്ള യാത്രയിൽ വരും ദിവസങ്ങളിൽ ഇറ്റലിയിലെയും ടുണീഷ്യയിലെയും തുറമുഖങ്ങളിൽ നിന്നുള്ള കൂടുതൽ കപ്പലുകൾ അവരോടൊപ്പം ചേരുമെന്ന് സംഘാടകർ പറയുന്നു. യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഏകദേശം 70 ബോട്ടുകൾ പങ്കെടുക്കുമെന്ന് ഫ്ലോട്ടില്ല വക്താവ് സെയ്ഫ് അബു കഷേഖ് മാധ്യമങ്ങളോട് പറഞ്ഞു. സെപ്റ്റംബർ 14 അല്ലെങ്കിൽ 15ഓടെ കപ്പലുകൾ ഗാസയിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ടുൻബർഗ്, ചരിത്രകാരൻ ക്ലിയോനിക്കി അലക്സോ പൗലോ, മനുഷ്യാവകാശ പ്രവർത്തകൻ യാസ്മിൻ അസർ, പരിസ്ഥിതി പ്രവർത്തകൻ തിയാഗോ ആവില, അഭിഭാഷക മെലാനി ഷൈസർ, ശാസ്ത്രജ്ഞൻ കാരൻ മൊയ്നിഹൻ, ഫിസിസിസ്റ്റ് മരിയ എലീന ഡിലിയ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഫ്ലോട്ടില്ലയിലുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ഗാസയിലേക്ക് ഫ്ലോട്ടില്ലയിൽ യാത്ര ചെയ്തതിന് സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ ടുൻബർഗിനെ ഇസ്രായേൽ നാടുകടത്തിയിരുന്നു. 2001 ശേഷം ആദ്യമായി US സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. 2025 ജൂണിൽ 2.1 ലക്ഷം ഇന്ത്യക്കാരാണ് USലേക്ക് യാത്ര ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 2.3 ലക്ഷമായിരുന്നു. US വാണിജ്യ വകുപ്പിന്റെ നാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് NTTO പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 8% കുറവാണ് കാണിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് USലേക്ക് വരുന്നവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. 2024 ജൂലൈയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷം 5.5% ഇടിവാണ് കാണിക്കുന്നത്. അതേസമയം ജാനുവരിയിലും ഏപ്രിലും മാത്രമാണ് യഥാക്രമം 4.7%ന്റെയും 1.3%ന്റെയും വർധനവുണ്ടായത്. USലേക്കുള്ള അന്താരാഷ്ട്ര സഞ്ചാരികളുടെ എണ്ണത്തിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ. USലേക്കുള്ള സഞ്ചാരികളിൽ അതിർത്തി പങ്കിടുന്ന മെക്സിക്കോയും കാനഡയും ഒഴിച്ചു നിർത്തി UK കഴിഞ്ഞാൽ രണ്ടാമത് ഇന്ത്യയാണ്. തൊട്ടുപിന്നിൽ ബ്രസീൽ. ജൂണിൽ USലേക്കുള്ള അന്താരാഷ്ട്ര സഞ്ചാരികളുടെ 60%-ഓളം സംഭാവന ചെയ്തത് ഈ 5 രാജ്യങ്ങളാണ്. പരമ്പരാഗതമായി USലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളിൽ വിദ്യാർത്ഥികൾ, ബിസിനസ് പ്രൊഫഷണലുകൾ, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കുന്നവർ എന്നിവർ ഉൾപ്പെടുന്നു. നിലവിലെ മാന്ദ്യം വിദ്യാർത്ഥികളിലാണ് ഏറ്റവും പ്രകടമായി കാണപ്പെടുന്നതെന്നാലും വീസ കാലതാമസങ്ങളും നിയന്ത്രണങ്ങളും തുടർന്നാൽ സന്ദർശകരുടെ എണ്ണത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാമിന്റെ വക്താവും കമാൻഡറുമായ അബു ഉബൈദ ഗാസയിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച ഗാസ സിറ്റിയിൽ ഇസ്രായേൽ പുതിയ സൈനിക നടപടികൾക്ക് തുടക്കം കുറിച്ച വെള്ളിയാഴ്ചയാണ് ഉബൈദയെ അവസാനമായി കണ്ടത്. എന്നാൽ ഇസ്രായേലിന്റെ അവകാശവാദത്തോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹമാസിന്റെ ഖസാം ബ്രിഗേഡ്സിന്റെ ദീർഘകാല വക്താവായ ഉബൈദയെ ഇസ്രായേൽ ആക്രമിച്ചതായി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ആക്രമണം മാരകമായിരുന്നു എന്ന് ആ സമയത്ത് വ്യക്തമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ ആരുമില്ലെന്നാണ് അബു ഉബൈദയ്ക്ക് നേരെയുള്ള ആക്രമണം സംബന്ധിച്ച് മന്ത്രിസഭായോഗത്തിൽ നെതന്യാഹു പറഞ്ഞത്. ഇതിനിടെ ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ സേന കൂടുതൽ ശക്തമാക്കി. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഹമാസിന്റെ മിക്ക ഉന്നത കമാൻഡർമാരെയും ഇസ്രായേൽ വധിച്ചു. ഗാസയിൽ ഹമാസിന്റെ അവശേഷിക്കുന്ന അവസാന കമാൻഡർമാരിൽ ഒരാളായിരുന്നു ഉബൈദ. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ഹമാസിന്റെ സൈനിക വിഭാഗം സുസജ്ജമാണെന്ന അബു ഉബൈദ ദിവസങ്ങൾക്ക് മുൻപ് പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഉബൈദയെ വധിച്ചതായുള്ള റിപ്പോർട്ടും പുറത്തുവന്നത്. ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമമെന്ന് CPI വനിതാ നേതാവ്, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും AIYF സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീന ദേവി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വെളിപ്പെടുത്തി. തന്നെ ഇരയാക്കാനും ശ്രമം നടന്നുവെന്ന് ശ്രീന പറഞ്ഞു. രാഹുൽ മാങ്കുട്ടത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇരകളെ മാത്രമല്ല, ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്നും ശ്രീന ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ മാങ്കുട്ടത്തിന്റെ അടൂരുള്ള വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയാണ് ശ്രീനി. പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണം, നിരപരാധികളെ അപമാനിക്കാൻ ശ്രമിക്കരുത് എന്നും ശ്രീന ഫേസ്ബുക്കിൽ കുറിച്ചു. മലപ്പുറം നിലമ്പൂർ പള്ളിക്കുളം സ്വദേശി രതീഷ് ജീവനൊടുക്കുന്നതിന് പിന്നിൽ അയൽവാസിയായ യുവതിയുൾപ്പെടെ 4-അംഗ സംഘമാണെന്ന ആരോപണവുമായി കുടുംബം. മകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഖണി ട്രാപ്പിൽ പെടുത്തിയെന്നും ആ മനോവിഷമത്തിലാണ് രതീഷ് ജീവനൊടുക്കിയതെന്നുമാണ് രതീഷിന്റെ അമ്മ തങ്കമണിയും സഹോദരൻ രാജേഷും പറയുന്നത്. ജൂൺ 11-നാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ രതീഷിനെ കണ്ടെത്തിയത്.
കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ എന്ന വ്യാജേന അയൽവാസിയായ യുവതി തന്ത്രപൂർവ്വം രതീഷിനെ വീട്ടിനുള്ളിലേക്ക് എത്തിക്കുകയായിരുന്നു കുടുംബം. വീട്ടിൽ വെച്ച് ബലം പ്രയോഗിച്ച് രതീഷിനെ യുവതിയും കൂട്ടാളികളും ചേർന്ന് നഗ്നനാക്കി. വിവസ്ത്രനായി നിൽക്കുന്ന രതീഷിനൊപ്പം യുവതി കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. 2 ലക്ഷം രൂപയാണ് ഫോട്ടോ പുറത്തുവിടാതിരിക്കാനായി സംഘം ആവശ്യപ്പെട്ടത്. പണം കിട്ടില്ലെന്ന ബോധ്യമായതോടെ ആ ഫോട്ടോ രതീഷിന്റെ സ്കൂൾ ഗ്രൂപ്പിലേക്കും കൂട്ടുകാർക്കും ഭാര്യയ്ക്കും അയച്ചു നൽകി. നാണക്കേട് താങ്ങാനാവെയാണ് മകൻ ഇതോടെ ജീവനൊടുക്കിയത് എന്ന് രതീഷിന്റെ അമ്മ പറയുന്നു. രതീഷിന്റെ അമ്മയും ഭാര്യയും ഇത് സംബന്ധിച്ച പരാതി പോലീസിന് നൽകി. വെളിപ്പെടുത്തലുകളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ എടക്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കുന്നംകുളത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടി പരിക്കേൽപ്പിച്ചു. മങ്ങാട് സ്വദേശി കുറുമ്പൂർ വീട്ടിൽ മിഥുനാണ് പഴഞ്ഞി മങ്ങാട് മളോർ കടവിൽ വെച്ച് വെട്ടേറ്റത്. സംഭവത്തിൽ മങ്ങാട് സ്വദേശികൾ ഗൗതം, വിഷ്ണു, രാകേഷ്, അരുൺ എന്നിവരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. BJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് CPM ആരോപിക്കുന്നത്. മിഥുനിന്റെ സഹോദരനുമായുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ മിഥുനെ പ്രവേശിപ്പിച്ചു. പ്രതികൾ ലഹരിക്കടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. ഗംഗാനദിയിലൂടെ ബോട്ടിൽ സഞ്ചരിക്കുന്നതിനിടെ യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ബംഗാളിലെ ബെഹ്ലായിൽ നിന്നാണ് ദീപ് ഭട്ടാചാര്യ എന്നയാളെ പോലീസ് പിടികൂടിയത്. ഇയാളെ ഞായറാഴ്ച കോടതി റിമാൻഡ് ചെയ്തു. ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടിൽ നിന്നിറക്കി ഓടുന്ന വാനിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് ദേശീയപാതയിൽ തള്ളി. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവതിയെ കൊൽക്കത്തയിലെ പ്രിൻസെപ്പ് ഘട്ടിന് അടുത്ത് ഗംഗാനദിയിലൂടെ ബോട്ടിൽ സഞ്ചരിക്കുമ്പോഴാണ് ദീപ് പീഡിപ്പിച്ചത്. കഴിഞ്ഞ മാർച്ചിലായിരുന്നു സംഭവം. ഇതിനുശേഷം യുവതിയെ ഭീഷണിപ്പെടുത്തി പലതവണ പണം തട്ടുകയും ചെയ്തു. ജൂലൈയിൽ യുവതി പരാതി നൽകിയെങ്കിലും അതിനുശേഷം പ്രതി ഒളിവിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 2029 ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ 2026 നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായക പങ്ക് വഹിക്കുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി റേവന്ത് റെഡ്ഡി. രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കാൻ യുവാക്കളോട് റേവന്ത് അഭ്യർത്ഥിച്ചു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുൻതുവൽ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു റേവന്ത്. യുവാക്കളുടെ അവകാശങ്ങൾ BJP തട്ടിയെടുക്കുകയാണെങ്കിലും ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് പോരാടുകയാണെന്നും റേവന്ത് റെഡ്ഡി പറഞ്ഞു. യുവാക്കളാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർമാർ. യുവശക്തിയിൽ ശക്തമായി വിശ്വസിക്കുന്നു. അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടം തീർച്ചയായും രാജ്യത്തൊരു മാറ്റം കൊണ്ടുവരുമെന്ന് റേവന്ത് പറഞ്ഞു. കോൺഗ്രസിന് പണമോ അധികാരമോ മാധ്യമ പിന്തുണയോ ഇല്ല. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2 രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള വലിയ പോരാട്ടമായിരിക്കും. രാജ്യത്തിന്റെ ജനാധിപത്യ മനോഭാവം സംരക്ഷിക്കാൻ യുവാക്കൾ നിർണായക പങ്ക് വഹിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി 21 ആക്കണമെന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ഇപ്പോൾ ഇത് 25 ആണ്. 21 വയസ്സിൽ വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് നേടി ഭരണഘടനയിലെത്തുന്നു. 21 വയസ്സിൽ MLA ആകാനും കഴിയണം. കൂടുതൽ ചെറുപ്പക്കാർ പൊതുരംഗത്തേക്ക് കടന്നുവരണമെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു. യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കാനായി കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി വിപണിയുടെ ആവശ്യം അറിഞ്ഞുള്ള വിദ്യാഭ്യാസ രീതിയാണ് തെലങ്കാനയിൽ നടപ്പിലാക്കുന്നതെന്ന്, തെലങ്കാനയിലെ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ മാതൃകാപരമാണെന്നും കേരളത്തിലെ പുതിയ തലമുറ ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി വിദേശത്ത് പോകുന്നത് അവസാനിപ്പിക്കാൻ ഈ മാതൃകകൾ ഇവിടെ നടപ്പിലാക്കണമെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പൊൻതുവൽ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു ഇരുവരും. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് തൊഴിൽ ദാതാക്കൾ ആവശ്യപ്പെടുന്ന നൈപുണ്യമില്ലാത്തത് പരിഹരിക്കാനാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ തെലങ്കാനയിൽ യങ് ഇന്ത്യ സ്കിൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. വ്യവസായി ആനന്ദ് മഹീന്ദ്ര ചെയർമാനും ഒട്ടേറെ പ്രമുഖ വ്യവസായികൾ ഡയറക്ടർമാരുമായ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ഉറപ്പുവരുത്തുന്നു. 2400 കോടി ചെലവിൽ സംസ്ഥാനത്തെ ITIകളെ അഡ്വാൻസ് ടെക്നോളജി സെന്ററുകളാക്കി ATC ഉയർത്തി. 100 ഇന്റഗ്രേറ്റഡ് റെസിഡൻഷ്യൽ സ്കൂളുകൾ ആരംഭിച്ചു. കോർപ്പറേറ്റ് സ്കൂളുകൾക്ക് സമാനമായ സൗകര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുക്കുകയാണ് ലക്ഷ്യമെന്നും റേവന്ത് റെഡ്ഡി പറഞ്ഞു.